ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് കുബൂസിൻ്റെ തിരക്ക് കഴിഞ്ഞ ശേഷം പിന്നെ അടിക്കലും തുടയ്ക്കലും കുക്കിങ്ങും കുളിക്കലും നനയ്ക്കലൊക്കെയും കഴിയുമ്പോഴത്തേനും സമയം 3 മണിയായിട്ടോ. അപ്പോൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. റിയമോളെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ 3:30 റിയമോളെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് വരണം. അപ്പോൾ ഒന്ന് കിടക്കാനുള്ള നേരമില്ല, 3 മണിയായില്ല. അപ്പോൾ ചൂടോടെ ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കി വയ്ക്കുക. അവൾ സ്കൂൾ വിട്ട് വിളിക്കാൻ പോകണം കേട്ടോ. 3:30 വിളിക്കാൻ പോയിട്ട് വന്ന ചൂടോടെ അതൊക്കെയും കൊടുത്തിട്ട് പിന്നെ എൻ്റെ ബേക്കിങ്ങിന് നിൽക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കിട്ടോ. ഞാൻ സാധാരണ മറ്റേ നമ്മുടെ സ്റ്റീലിൻ്റെ ചട്ടിയിലോ അലുമിനിയം ചട്ടിയിലൊക്കെ ഉണ്ടാക്കല്. ഇതൊന്നും ഞാൻ പണ്ട് ആദ്യം ഉപയോഗിച്ചിരുന്ന ആ ചട്ടിയാണ് കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി അതിലുണ്ടാക്കാമെന്ന്. കുറേ കാലമായി അതിലുണ്ടാക്കാൻ തോന്നി. കഷ്ടകാലത്തിന് അന്ന് അടി പിടിച്ചാൽ കിട്ടണമില്ല. കുറേ ഇളക്കി മറിച്ചു അതൊക്കെ അങ്ങനെയൊക്കെ പൊരിച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് റിയമോള് സ്കൂളിൽ വിളിക്കാൻ പോയി. വിളിച്ചുകൊണ്ടെന്ന് വന്ന് 10 ചില്ലി ചിക്കനൊക്കെ അവൾക്ക് കൊടുത്തിട്ട് ഞാൻ എൻ്റെ ബേക്കിങ്ങിന് നിന്നു. ഇന്ന് നല്ല ചോക്കോ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ. ചോക്കോ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് 2 കപ്പ് മൈദ നമ്മുടെ ബീറ്ററിലേക്ക് ഇട്ടു. അതിലേക്ക് 8 കോഴിമുട്ട കുറേശ്ശായിട്ട് ഒഴിച്ചിട്ട് നന്നായി ബീറ്റ് ചെയ്ത് നല്ല പൊന്തി വരണം കേട്ടോ. ആ പരുവത്തിന് വേണം എടുക്കാൻ. മീൻകാരൻ വന്നിട്ടുണ്ട്. അതാ മീൻ ബെല്ലടിച്ചുകൊണ്ടിരിക്കും, ഇങ്ങനെ ഓണടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും മീനൊന്നും വേണ്ട. ഞാൻ വോയിസൊക്കെ കൊടുക്കുന്നത് രാവിലെയാണ് കേട്ടോ. അപ്പോൾ ഇന്നെങ്കിലും ഇതൊന്ന് അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചു. എഡിറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, സൗണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നന്നായി ബീറ്റ് ചെയ്ത് പൊന്തി വരുന്ന സമയത്ത് അതിലേക്ക് 2 കപ്പ് മൈദ, അതുപോലെ 1/4 കപ്പിൻ്റെ 2 കപ്പ് കൊക്കോ പൗഡർ, പിന്നെ 2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ. ഇത് മിക്സ് ചെയ്തിട്ട് അത് നമ്മൾ കുറേശ്ശെയായിട്ട് ആ കോഴിമുട്ടയും അതേപോലെ പഞ്ചസാര അടിച്ചു വെച്ചില്ല അതിലേക്ക് ഒഴിച്ചു. പിന്നെ 2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു. പിന്നെ ബട്ടർ 2 കപ്പ് ഒഴിച്ചു. 2 കപ്പല്ല, 1/4 കപ്പ് കേട്ടോ. 1/4 കപ്പിൽ 2 കപ്പ് ഒഴിച്ചു. അതേപോലെ ഞാൻ ഒഴിച്ചത് പാല് 1/4 കപ്പ് ഒഴിച്ചു. അപ്പോൾ അത്രയും ഒഴിച്ചിട്ട് അത് നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ട് നമ്മുടെ ഓവനിലേക്ക് വെച്ചു കേട്ടോ. ഓവനിലേക്ക് വെച്ചിട്ട് നമ്മൾ 180 ഡിഗ്രിയിൽ 40 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ നമ്മുടെ അടിപൊളി ചോക്കോ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് റെഡിയായി. എന്നിട്ടത് ചൂടോടെ തന്നെ എടുത്തിട്ട് ഞാൻ ഇതിപ്പോൾ തന്നെ ഉണ്ടാക്കാനുള്ളതാണ് കേട്ടോ. ഇനിയിപ്പോൾ നേരമല്ല, വൈകിട്ട് വേഗം രാത്രി ആകുമ്പോഴത്തേനും പണികൾ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം അത് ഉണ്ടാക്കി വയ്ക്കാൻ വിചാരിച്ചു കേട്ടോ. അത് 2 കിലോൻ്റെ ചോക്കോ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. നമുക്ക് സ്ഥിരം കസ്റ്റമർ തന്നെയാണ്, നമുക്ക് സ്ഥിരം ഓർഡർ തരുന്നത് തന്നെ കേട്ടോ. അപ്പോൾ ആ കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് നമ്മുടെ തന്നെയാണ് വാങ്ങിയത്. പിന്നെ ഇത് 2ാമത്തെ കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ 2 കുട്ടികളുടെയും ബർത്ത്ഡേയും ജനുവരിയിലാണ് വരുന്നത്. അപ്പോൾ ജനുവരിയിൽ അവർക്ക് ബർത്ത്ഡേ ആഘോഷിച്ചില്ല അവർ. അതായത് ആ കുട്ടിയുടെ ഉപ്പ ഗൾഫിൽ നിന്ന് വരുന്നത് ഈ മാസമാണ്. അപ്പോൾ ജനുവരിയിൽ ബർത്ത്ഡേ ആഘോഷിക്കാത്തതിന് പകരം ഇപ്പോൾ അവർ ഈ മാസം ഫിക്സ് ചെയ്തിട്ട് ഉപ്പാടെ കൂടെ കുട്ടിയുടെ ഹസ്ബൻഡും അതേപോലെ മക്കളും അതുവരേക്കും കൂടിയിട്ട് ബർത്ത്ഡേ ആഘോഷിക്കല്ലേ, ഒരു സന്തോഷം എന്ന് പറഞ്ഞിട്ട് അവർ അന്ന് ബർത്ത്ഡേ ആഘോഷിച്ചില്ല, ബിരിയാണിക്കും വെച്ചു. അങ്ങനെ കേക്കൊന്നും മുറിച്ചില്ല കേട്ടോ. അപ്പോൾ കുട്ടിയുടെ വാപ്പ വന്ന ശേഷമാണ് കേക്ക് വേണം. അപ്പോൾ ചൂടോടെ തന്നെ അത് സ്ലൈസ് ചെയ്ത് ചൂടാറുന്ന സമയത്ത് ഞാൻ വേഗം ക്രീമൊക്കെ ബീറ്റ് ചെയ്തു കേട്ടോ. 2 കപ്പ് ക്രീമാണ് എടുത്തത്. 2 കിലോ കേക്കിന് 2 കപ്പ് ക്രീമും അങ്ങനെയാണ് ഒഴിക്കരുത് കേട്ടോ. പിന്നെ നമ്മൾ ചോക്കോ ബ്ലാക്ക് ഫോറസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ചോക്കോ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന് നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ ഇടയിൽ നമ്മൾ കയ്യിൽ ഗ്ലൗസ് ഇടാൻ മറന്നു കേട്ടോ. അപ്പം ഞാൻ ഓടിപ്പോയിട്ട് ഗ്ലൗസ് ഇട്ടിട്ട് വന്നു. ഗ്ലൗസ് ഇപ്പോൾ എന്താ പറയുക, സാധാരണ വീട്ടിൽ നമ്മൾ ഇത്രയും ക്ലീനിൽ ചെയ്യുമ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എൻ്റെ വീഡിയോയുടെ താഴെ തന്നെ എല്ലാവരും കമൻറ്റ് ചെയ്യാറുണ്ട്. ബംഗാളികളൊക്കെയും ബേക്കറിയിൽ എന്താ പറയുക ചവിട്ടി കുഴച്ചുണ്ടാക്കണത് നമ്മൾ മലയാളികൾ അടിപൊളിയായിട്ട് വാങ്ങിത്തതിന് മുന്നിട്ട് നമ്മൾ ഗ്ലൗസ് ഇടാത്തതിന് നിങ്ങളെ കുറ്റം പറയുമെന്നൊക്കെയും പറഞ്ഞിട്ട് കുറേ വീഡിയോസ് കണ്ടു ഞാൻ ചോട്ടിൽ കേട്ടോ. അപ്പോൾ അതൊക്കെ എന്തായാലും നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമ്മൾക്ക് സ്ഥിരമായിട്ട് ഗ്ലൗസ് ഇടാൻ പറയല്ലേ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഗ്ലൗസ് ഇടാൻ തന്നെ വിചാരിച്ചു. എന്നിട്ട് ഗ്ലൗസ് കിട്ടും. അത് കഴിഞ്ഞിട്ട് പിന്നെ ചോക്കോ ബ്ലാക്ക് ഫോറസ്റ്റിൽ നമ്മൾ ജസ്റ്റ് ചോക്ലേറ്റ് ഒഴിക്കും കേട്ടോ. അതായത് ബ്ലാക്ക് ഫോറസ്റ്റിൽ ചോക്ലേറ്റ് ഒന്നും ഒഴിക്കില്ല, ജസ്റ്റ് ക്രീം പിന്നെ ചോക്ലേറ്റ് അത്രേ ഇടുള്ളൂ കേട്ടോ. പക്ഷേ ഇതിൽ നന്നായി ചോക്ലേറ്റ് ഇടും. അതേപോലെ തന്നെ എന്താ പറയുക, ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഒഴിക്കും കേട്ടോ. അതാണ് അതും ഇതും തമ്മിലുള്ള വ്യത്യാസം. അങ്ങനെ നമ്മൾ നന്നായിട്ട് ചോക്ലേറ്റൊക്കെയും അതിലേക്കും ആഡ് ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ നന്നായി ചൂടാറി കേട്ടോ. പിന്നെ ഷുഗർ സിറപ്പൊക്കെ ഞാൻ വേഗം ഉണ്ടാക്കി വെച്ചു കേട്ടോ. അതിൻ്റെ ഇടയിൽ വർത്തമാനത്തിൻ്റെ ഇടയിൽ തന്നെ കേക്കൊക്കെ ഉണ്ടാക്കണതിൻ്റെ ഇടയിൽ തന്നെ വേഗം ഷുഗർ സിറപ്പൊക്കെ ഉണ്ടാക്കി അതൊക്കെ ഒപ്പം വെയിറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ.
നമ്മുടെ എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ ഒരു സബ്സ്ക്രൈബർ എപ്പോഴും പറയാറുണ്ടെന്ന്. എന്നിട്ട് ആ കുട്ടി നമുക്ക് എന്താ പറയുക ഇത് ഗ്ലൗസ് കൊടുത്തയച്ചിട്ടുണ്ട് കേട്ടോ. ആ ഗ്ലൗസിൻ്റെ ഞാൻ വീഡിയോ എന്താ പറയുക അത് മാത്രമായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഇതിപ്പോൾ കേക്കിൻ്റെ ഇടയിൽ അത് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ ചോക്കോ കേക്കിൻ്റെ രണ്ടാമത്തെ ലെയർ സ്പഞ്ച് വെച്ചു. ഇനി സ്ഥിരം പോലെ നമ്മൾ എന്താ പറയുക ഷുഗർ സിറപ്പ് ഒഴിക്കുക, അതേപോലെ തന്നെ ക്രീം തേക്കുക, ചോക്ലേറ്റ് ഒഴിക്കുക. അത്രയൊക്കെ തന്നെയാണ് നമ്മൾ സാധാരണ കേക്ക് ചെയ്യുന്ന പോലെ ചെയ്യാൻ കേട്ടോ. നമ്മൾ വീട്ടിൽ അത്രയും ഫ്രഷ് ആയിട്ടില്ല നമ്മൾ കേക്ക് ഉണ്ടാക്കി കൊടുക്കുക. അതായത് നാളെ കൊടുക്കേണ്ട കേക്ക് നമ്മൾ ഇന്ന് തന്നെ ചെയ്യും. ഇന്ന് തന്നെ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുക ചെയ്യുക. സാധാരണ കടകളിലൊക്കെ നമ്മൾ എത്ര ദിവസം മുമ്പത്തെ കേക്കാണെന്നൊന്നും നമുക്ക് ഒരു പിടുത്തം ഉണ്ടാവില്ല. അതേപോലെ തന്നെ എന്താ പറയുക അവരെന്തൊക്കെയാണ് ചേർക്കണമെന്നോ അതേപോലെ തന്നെ കേടുവരാതിരിക്കുക എന്തൊക്കെയാണ് ചേർക്കണത് യാതൊന്നും നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് സ്ഥിരമായിട്ട് വാങ്ങുന്ന ആൾക്കാർ സ്ഥിരമായിട്ട് ഞാൻ പറഞ്ഞ 6 വർഷം 7 വർഷമൊക്കെ ഇപ്പോൾ സ്ഥിരമായിട്ട് കേക്ക് നമ്മൾ സെയിൽ ചെയ്യാൻ തുടങ്ങിയിട്ട് കേട്ടോ. അപ്പോൾ അന്ന് മുതൽ തന്നെ നമ്മുടെ സ്ഥിരം വാങ്ങുന്ന ആൾക്കാർ ഇപ്പോഴും നമ്മുടെ അടുത്ത് വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതായത് അവർക്ക് നമ്മളടുത്തുള്ളൊരു വിശ്വാസം അത് നമുക്ക് അന്ന് മുതൽ നിലനിർത്തി നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുന്നതുകൊണ്ട് നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ അടുത്ത് വാങ്ങുന്ന ആൾക്കാരാണ് അവരൊക്കെ. അതേപോലെ തന്നെ നമ്മുടെ അടുത്ത് വാങ്ങാത്ത ആൾക്കാരുണ്ട്. നമ്മുടെ കൂടെ നടന്നിട്ട് എന്താ പറയുക പുറത്തുനിന്ന് കേക്ക് വാങ്ങുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അവരടുത്തൊന്നും നമ്മുടെ ഇഷ്ടമുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് വാങ്ങിയാൽ മതി. നമുക്ക് ഓർഡർ ഇപ്പോൾ പഠിത്തം സഹായിച്ചിട്ട് ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് ഇതന്നെ ചെയ്യാനുള്ള നേരം കിട്ടാറില്ല. നമ്മൾ ഊണും ഉറക്കമില്ലാണ്ട് രാത്രി ഉറക്കമുളച്ചിട്ടൊക്കെ ഇത് മിക്ക ദിവസങ്ങളിലും കേക്കുകളൊക്കെ ചെയ്ത് ഫിനിഷ് ചെയ്യല് കേട്ടോ. അതുകൊണ്ട് എനിക്ക് തോനെ കേക്ക് വേണമെന്നുള്ള ഒരാർത്തിയും ഒരാഗ്രഹവും ഇല്ല. ഇപ്പം ഇതേപോലെ ഒന്ന് പോയി കിട്ടിയാൽ മതി. ആ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ സ്ഥിരമായിട്ട് തന്നെ പണ്ട് മുതൽ തന്നെ എൻ്റെ അടുത്ത് കേക്ക് വാങ്ങണവർ എൻ്റെ അടുത്ത് ഇപ്പോഴും വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ. അതാണ് എനിക്ക് സന്തോഷമുള്ള കാര്യം കേട്ടോ. അവർ ഈ പുറത്തുനിന്ന് നോക്കി വാങ്ങിയാൽ ചിലപ്പോൾ എനിക്ക് വിഷമമായി എന്ന് വരും. പക്ഷേ ഞാൻ പറയാറൊന്നുമില്ല അടുത്തൊലിക്ക് വേണമെന്നോ അല്ലെങ്കിൽ എനിക്ക് നിങ്ങൾ കേക്ക് തരണമെന്നോ. ജസ്റ്റ് ഇതുവരെ ഞാൻ ഒരാളുടെ അടുത്തും പറഞ്ഞിട്ടില്ല കേട്ടോ. പക്ഷേ അവർ നമുക്ക് കണ്ടറിഞ്ഞിട്ട് നമുക്ക് കേക്കിൻ്റെ ഓർഡർ നമുക്ക് തന്നെ തരാറ്. അത് നമ്മുടെ കേക്ക് അവർക്ക് ഇഷ്ടമാണ്. ചിലവർ പറയും കേട്ടോ പുറത്തുനിന്ന് വാങ്ങുന്ന കേക്കുകളൊന്നും ഞങ്ങൾ കഴിക്കാറില്ല, പക്ഷേ നിൻ്റെ കേക്ക് ഞങ്ങൾക്ക് ഇഷ്ടമാണ്, ഞങ്ങൾ ഈ കേക്ക് തന്നെ വാങ്ങാറ് കഴിക്കാറുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെയും കേൾക്കണമല്ലോ നമുക്ക് ഏറ്റവും വലിയ സന്തോഷം. ഈ കേക്ക് കൊണ്ടുപോയി ഒരുത്തും ഞാൻ എന്നിട്ട് വിളിച്ച് ചോദിച്ചിട്ടോ കേക്ക് ഇഷ്ടമായോ ചോദിച്ചപ്പോൾ അവർക്കൊക്കെ നല്ല ഇഷ്ടമായി. അതേപോലെ തന്നെ എല്ലാവർക്കും കൊടുക്കാനും എല്ലാത്തിനും തികഞ്ഞു. നല്ല രസമുണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായി തന്നെ. ഞാൻ പറയാറില്ലേ എല്ലാ കേക്ക് കൊടുക്കുമ്പോഴും ഞാൻ ജസ്റ്റ് ഒന്ന് വോയിസ് അല്ലെങ്കിൽ ഒന്ന് മെസ്സേജ് ഇടും കേട്ടോ. ജസ്റ്റ് ചിലവരൊന്നും ഞാൻ മെസ്സേജ് ഇടേണ്ട ആവശ്യമില്ല. അവരെന്നെ ഇങ്ങോട്ട് നമ്മൾ കേക്കിനെ പറ്റി നമ്മുടെ ഫീഡ്ബാക്ക് അവർ അറിയിക്കുകയും ചെയ്യാറ്. അവർക്ക് അറിയാമല്ലോ ഞാൻ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ആളാണ്. നിങ്ങൾക്ക് ഓരോ കേക്ക് കൊടുത്താലും നമ്മൾ എന്താ പറയുക അവരുടെ ഇഷ്ടം എന്താണെന്ന് നമ്മൾ ചോദിച്ചറിയുന്നു. അതുകൊണ്ട് സ്ഥിരം വാങ്ങുന്ന ആൾക്കാർക്ക് ഒരുവിധം എല്ലാവർക്കും അറിയാം കേട്ടോ. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഇടും. അവർക്ക് ഇഷ്ടമായോ ഒന്ന് ജസ്റ്റ് ഒന്ന് ചോദിക്കും കേട്ടോ, എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മളിഷ്ടമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മളിഷ്ടമായിട്ട് അത് എന്ത് കാര്യം ചെയ്താലും അതെന്തായാലും നന്നായിട്ട് തന്നെ വരുള്ളൂ. നമ്മൾ ആർക്കോ വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അല്ലെങ്കിൽ വേണ്ട പൈസയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വിചാരിച്ച ആ ഒരു എന്താ പറയുക ഫീഡ്ബാക്ക് നമുക്ക് കിട്ടിയെന്ന് വരില്ല കേട്ടോ. ഞാനത് ചെയ്യാൻ തുടങ്ങിയ കാലം മുതൽ ഞാൻ പറയാറുണ്ടല്ലോ, നമുക്ക് ഒരുപാട് ഓർഡറുകൾ നമ്മൾ ഒരിക്കലും പൈസ കിട്ടാൻ വേണ്ടി പൈസയ്ക്ക് മാത്രമായിട്ട് നമ്മൾ ഒരിക്കലും ഇതിന് നിൽക്കരുത്. നമുക്ക് മനസ്സിലിഷ്ടം വേണം, അതേപോലെ കേക്ക് വേണം. പിന്നെ അതേപോലെ നമുക്ക് സ്വന്തമായിട്ട് പൈസ കിട്ടണം, അതൊക്കെ ശരി തന്നെ. പക്ഷേ ഏറ്റവും കൂടുതൽ മുൻതൂക്കം നമ്മൾ വേണ്ടത് നമ്മുടെ കേക്ക് എല്ലാവർക്കും ഇഷ്ടമാവണം എന്നുള്ളൊരു പ്രാർത്ഥനയാണ് നമുക്ക് വേണ്ടത്. അതേപോലെ കേക്ക് ഉണ്ടാക്കാനുള്ള ഒരു ഇഷ്ടം വേണം. അപ്പോൾ നമ്മുടെ കേക്കുകളൊക്കെ അടിപൊളിയായിട്ട് തന്നെ വരും കേട്ടോ. ചിലർ പറയാറുണ്ട് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കുമ്പോൾ ഉള്ളിക്ക് കുഴിഞ്ഞു പോവാണ്, ഉണ്ടാക്കുന്നത് ശരിയാവില്ല എന്നൊക്കെ. അത് ഒന്നാമത് നമ്മളെപ്പോഴും ഓവൻ നന്നായിട്ട് ചൂടായിട്ട ശേഷം നമ്മളൊരു 10 മിനിറ്റ് നമ്മുടെ ഓവൻ ആദ്യം തന്നെ ചൂടാക്കി ഇടണം. അതിന് ശേഷം നമ്മുടെ കേക്ക് വയ്ക്കാവൂ കേട്ടോ. അങ്ങനെ അല്ലാണ്ട് വയ്ക്കുമ്പോഴൊക്കെയാണ് നമ്മുടെ കേക്ക് കുഴിഞ്ഞു പോണത്. ഫസ്റ്റ് തുടക്കത്തിൽ ആദ്യമായിട്ട് കേക്ക് ഉണ്ടാക്കുമ്പോൾ എനിക്ക് അത്ര അങ്ങോട്ട് അറിഞ്ഞിരുന്നില്ല. നമ്മൾ പോയി പഠിച്ചെങ്കിലും നമ്മൾ തിരക്ക് കൂട്ടിയിട്ട് വേഗം ഓവൻ ചൂടാവണതിന് മുമ്പ് തന്നെ വേഗം ബാറ്ററ കൊണ്ടുപോയി വെക്കും കേട്ടോ. എനിക്ക് ഒരു പ്രാവശ്യം പറ്റിയിട്ടുണ്ട് അങ്ങനെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൽ. അതായത് ഓവൻ ഓണാക്കി അതുപോലെ കേക്കിൻ്റെ ബാറ്ററൊക്കെ റെഡി ആയപ്പോൾ പിന്നെ ഓവൻ ചൂടായോ ഇല്ലേ എന്നൊന്നും നോക്കിയില്ല. നമ്മുടെ പണി വേഗം എളുപ്പത്തിന് വേണ്ടിയിട്ട് ഓടിക്കൊണ്ടുപോയിട്ട്
ഓവനിൽ വെച്ചു കേട്ടോ. അങ്ങനെ ചെയ്ത് പിന്നെ കേക്കൊക്കെ 40 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഉണ്ട് നടുവിലൊരു കുഴി കേക്കിൻ്റെ. അന്നാണ് എനിക്ക് മനസ്സിലായത് ഇതൊരിക്കലും ഇങ്ങനെ ചെയ്യരുത്. നമുക്ക് കേക്ക് പഠിക്കുമ്പോൾ അവർ മര്യാദയ്ക്ക് അവർ പറഞ്ഞു തന്നതാണ് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് ഓവൻ ചൂടാക്കിയ ശേഷം മാത്രമാണ് കേക്ക് നമ്മൾ വയ്ക്കാവുന്നു കേട്ടോ. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ഓവർ കോൺഫിഡൻസ് ഉണ്ടാവില്ല, നമുക്ക് എല്ലാത്തിനും ഒരു തിരക്കും. അതുപോലെയൊക്കെയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോ അബദ്ധങ്ങളിൽ പോയി ചാടും കേട്ടോ. പിന്നെ രണ്ടാമത് ഈ പണികളൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധിക്കുക ആ കാര്യത്തിൽ കേട്ടോ. ഇത് നമ്മുടെ കസ്റ്റമർ നമ്മുടെ അടുത്ത് പറഞ്ഞത് ജസ്റ്റ് വൈറ്റ് കളർ കേക്ക് വേണം. വൈറ്റിൽ ജസ്റ്റ് ആ കുട്ടികളുടെ ബർത്ത്ഡേ ജനുവരിയിലായതുകൊണ്ട് ജനുവരി എന്ന് എഴുതുക. പിന്നെ ആ കുട്ടികളുടെ 2 ബർത്ത്ഡേയുടെ ഡേറ്റും എഴുതുക. അത്ര മാത്രമേ പറഞ്ഞു. 2 കുട്ടികളുടെ ബർത്ത്ഡേയും ജനുവരിയിലായിരുന്നു കേട്ടോ അവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ഡേറ്റ് ജനുവരിയിൽ നിന്ന് എഴുതുക. അതായത് ഞാൻ പറഞ്ഞല്ലോ ഈ മാസം ഫെബ്രുവരിയിലാണ് കേക്ക് മുറിക്കുന്നത്. അതുകൊണ്ട് ജനുവരിയിലത്തെ ഡേറ്റ് മാത്രം എഴുതിയിട്ട് കുട്ടികളുടെ ഇപ്പോൾ ഗൾഫിൽ നിന്ന് വരുമെന്ന് ഞാൻ വന്നിട്ടുണ്ട് പറഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ മുറിക്കാൻ വേണ്ടിയിട്ട് അവർ അന്നത്തെ ദിവസം ഡേറ്റ് ഇട്ടിട്ട് ഇന്നത്തെ ദിവസം മുറിക്കാൻ കേട്ടോ. ഇതെല്ലാവർക്കും ഒരു അതായത് പെട്ടെന്ന് ഇപ്പോൾ ഹസ്ബൻഡൊന്നും അടുത്തില്ല, അല്ലെങ്കിൽ കുട്ടികളുടെ വാപ്പ നാട്ടിലില്ല, ഒരു മാസം കഴിഞ്ഞിട്ട് വരികയാണെങ്കിൽ എല്ലാവർക്കും ഇത് ചെയ്യാവും തന്നെയുള്ളൂ കേട്ടോ. അതായത് അവർ കുട്ടികളുടെ എല്ലാ ഉപ്പിമ്മയും കുട്ടികളും കൂടിയിട്ട് മുറിക്കുമ്പോഴല്ല അതിൻ്റെ ഒരു സന്തോഷം എന്ന് വേറെ തന്നെയല്ലേ. അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ ട്രൈ ചെയ്തോട്ടോ. പേരിന് വേണമെങ്കിൽ അന്നത്തെ ദിവസം കുഞ്ഞൊരു കേക്ക് മുറിച്ചിട്ട് ബർത്ത്ഡേ എന്ന് വലുത് മുറിക്കുകയോ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. അങ്ങനെ പിന്നെ അതിൻ്റെ 4 ഭാഗവും ഞാൻ വൈറ്റ് കളർ കേക്ക് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് വൈറ്റാണ് എല്ലാവരുടെയും കൊടുത്തത് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, അവർ ജസ്റ്റ് വൈറ്റ് കളറ് മൊത്തം കൊടുത്തിട്ട് അതിലേക്ക് ആ കുട്ടികളുടെ ഡ്രസ്സിൻ്റെ ഒരു കളർ അയച്ചു. ആ കളറിൽ പേരെഴുതുക, അത്ര മാത്രം പറഞ്ഞിരുന്നത്. പക്ഷെ ഞാൻ ആദ്യം അങ്ങനെ ചെയ്തിട്ടോ, ജസ്റ്റ് മൊത്തം വൈറ്റ് കൊടുത്തിട്ട് പേരെഴുതാന്ന് തന്നെ വിചാരിച്ചു. അപ്പോൾ 4 ഭാഗത്തും വൈറ്റ് കൊടുത്തിട്ട് പിന്നെ ഇങ്ങനെ നോക്കിയപ്പോൾ അതിലൊരു ഭംഗി കിട്ടിയില്ല കേട്ടോ. എനിക്ക് തോന്നിയ ഇത്രയും വലിയ കേക്കിൽ ഇങ്ങനെ പ്ലെയിനായിട്ട് അത്രയും ബാക്കിയുള്ള സ്ഥലയ്ക്കും വേസ്റ്റായിട്ടിരിക്കല്ലേ. അപ്പോൾ എനിക്ക് അത്രയും ഒരു ഭംഗി തോന്നിയില്ല. അപ്പോഴാണ് ഞാൻ അതിലേക്ക് ഒരു ഗോൾഡൻ കളറ് 4 ഭാഗത്തൊന്ന് കൊടുത്തത് കേട്ടോ. ഗോൾഡൻ കളറ് പിന്നെ എല്ലാത്തിനും മാച്ചാണല്ലോ. ജസ്റ്റ് ഗോൾഡ് ഒരു തിളക്കം അത്രയുള്ള ഒരു ഭംഗിയായിട്ട് തന്നെ നിൽക്കേണ്ടത്. വൈറ്റിൽ പ്രത്യേകിച്ച് ഗോൾഡ് കളർ നല്ലൊരു ഭംഗിയാണ്. എനിക്ക് പണ്ടുണ്ടായിരുന്നൊരു ചുരിദാർ കേട്ടോ, നല്ല ഭംഗിയായിരുന്നു, വെറും വൈറ്റും ഗോൾഡും മാത്രമായിട്ട്. അപ്പോൾ ആ ഒരു ഓർമ്മ എനിക്ക് വന്നു കേട്ടോ. വൈറ്റും ഗോൾഡും നല്ലൊരു കോമ്പിനേഷനായിരുന്നു. അന്ന് മുതലേ എനിക്ക് മനസ്സിലുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വൈറ്റും കൊടുത്തു, വൈറ്റിൽ ഗോൾഡ് കൊടുത്തു. ഈ കേക്ക് ഷാജിദ പറഞ്ഞിട്ട് നമ്മുടെ സ്ഥിരം കസ്റ്റമറാണ് നമുക്ക് ഓർഡർ തന്നിട്ടുള്ളത് കേട്ടോ. ഇക്കാടെ കുട്ടി മോളായിട്ട് വരും, ഏളാപ്പ മൂത്താപ്പ മക്കൾ കേട്ടോ. അങ്ങനെ അവളുടെ ഓർഡറാണിത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, അവളെ സ്ഥിരം എനിക്ക് തന്നെ ഓർഡർ തരാറ്. അപ്പം ഞാൻ ഇന്നിപ്പോൾ വൈകിട്ട് തന്നെ കേക്കൊക്കെ എപ്പോഴും ചെയ്ത് വെക്കും കേട്ടോ. കേക്ക് ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസമാണ് ഞാൻ കൊണ്ടുപോയി കൊടുത്തത് കേക്ക്. പിന്നെ എനിക്ക് അന്ന് തൃശ്ശൂരിക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു കേട്ടോ. തൃശ്ശൂരിക്ക് പോകേണ്ട ആവശ്യമുള്ളത് കൊണ്ട് തന്നെ വേഗം രാവിലെ തന്നെ അവർ 11 മണിക്കാണ് കേക്കിൻ്റെ അടുത്ത് അവിടെ എത്തിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ വേഗം ഒരു 10 മണിക്ക് തന്നെ കൊണ്ടുപോയി കൊടുത്തു കേക്ക്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ തൃശ്ശൂരിക്കാണ് പോയിട്ട് കേട്ടോ. അതായത് തലേന്ന് ഞാൻ കേക്ക് ഉണ്ടാക്കി പിറ്റേ ദിവസം കേക്ക് രാവിലെ തന്നെ കൊണ്ടുപോയി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാനും ആനും ഉണ്ടായിരുന്നു കേട്ടോ. ഞാനും കാറിൽ തൃശ്ശൂർ പോയി വരുമ്പോൾ ബിരിയാണിക്കും കഴിച്ചു കേട്ടോ. ബിരിയാണിക്കും കഴിച്ച് അത് കഴിഞ്ഞിട്ട് തിരിച്ച് വരുമ്പോൾ ഞങ്ങളൊരു പ്ലാൻ ഇട്ടു. ഒരു മുളയരി പായസം എന്ന് പറഞ്ഞിട്ടൊരു പായസം ഉണ്ടല്ലോ, അത് കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതെപ്പോഴും അവിടെ കാണാറുണ്ട്. എവിടെയെന്നറിയോ, വാഴക്കോട് ആ വളവിൻ്റെ അവിടെ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഞാൻ ഇക്കാൻ്റെ അടുത്ത് പറയും കേട്ടോ, അതിന് വരുമ്പോൾ നമുക്ക് മുളയരി പായസം ഒരു ഗ്ലാസ് കുടിക്കാൻ വയ്ക്കുമ്പോൾ ഒക്കെ പറയും, അയ്യേ അതൊന്നും വേണ്ട, അത് എങ്ങനെ ഉണ്ടാക്കണമെന്നൊന്നും അറിയില്ല, അത് നല്ലതൊന്നും ആവില്ല, റോഡ് വരിക്കില്ലല്ലേന്ന്. പക്ഷേ കുറേ വർഷങ്ങളായിട്ട് അത് കാണുന്നു. അപ്പോൾ എല്ലാവരും വാങ്ങുന്ന സാധനമാണല്ലോ. അപ്പോൾ ആൾക്കാരിപ്പോൾ വെറുതെ ഓടി ഇന്ന് വന്ന ആൾക്കാരൊന്നല്ല, ഞാൻ കുറേ കാലമായിട്ട് കാണുന്നതാണ് ആ ഓട്ടുപാറ ആ മുളയരി പായസം. അപ്പം ഞാനും അതിനും പ്ലാൻ ഇട്ടു കേട്ടോ, തിരിച്ചു വരുമ്പോൾ നമുക്ക് മുളയരി പായസം കുടിക്കാമെന്ന്.
അങ്ങനെ ഇതാട്ടോ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ സ്റ്റേജ്. അടിപൊളി, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഉണ്ടാവും നമ്മുടെ ഗോൾഡനും വൈറ്റും വെറുതെ വർക്കൊന്നും ഇല്ലാണ്ട് പ്ലെയിനായിട്ട് അവർ പറഞ്ഞതുപോലെ തന്നെ ചെയ്തത്. ജസ്റ്റ് 4 ഭാഗത്തൊന്ന് ഗോൾഡൻ കളറിൽ കൊടുത്തുട്ടോ, അല്ലാണ്ട് ലുക്ക് കിട്ടിയില്ല. അപ്പം ഞങ്ങൾ വേഗം ഈ കേക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് അങ്ങനെ തൃശ്ശൂർക്ക് പോയി വരുമ്പോൾ മുളയരി പായസം കുടിക്കാൻ വിചാരിച്ചു. ഇന്നലെ ഉണ്ടായിരുന്നല്ലോ നമ്മൾ വരുമ്പോ. ഞാനത് പ്രതീക്ഷിച്ച് വന്നതാണ് ഗൈസ്. പോയി ഗൈസ്.